ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ച റബ്ബിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും ഒരാഴ്ച കൂടി അള്ളാഹു നമുക്ക് ആയുസ്സു നൽകി എന്നത്. ആ സമയങ്ങളെ എങ്ങനെയൊക്കെ വിനിയോഗപ്പെടുത്തി എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. മനുഷ്യൻ മരിക്കുമ്പോൾ ആ മരിക്കുന്ന വേളയിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം, അള്ളാഹുവേ എനിക്ക് കുറച്ച് സമ്പത്ത് തരോ എന്നല്ല, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനുഗ്രഹങ്ങളെക്കുറിച്ചല്ല അവൻ പറയുന്നത്. എനിക്കൊരു നിമിഷം തരോ, ലഅല്ലി അഅ്മലു സാലിഹൻ ഫിമാ തറക്ത്, ഞാൻ ഉപേക്ഷ വരുത്തിയ അമലുകളൊക്കെ ഞാൻ ചെയ്യാം റബ്ബേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏറ്റവും വലിയ അനുഗ്രഹം ഇത് സമയം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നത്
ആ സമയത്തെ, ഏറ്റവും വലിയ സമ്പാദ്യമായ സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് നമ്മൾ ചിന്തിക്കണം. ഇന്ന് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതിയവരുണ്ടാകാം, ഓതാത്തവരുണ്ടാകാം. ഇന്ന് വെള്ളിയാഴ്ച ജമാഅത്തുകളുടെ കൂട്ടത്തിൽ അഫ്ദലായ ജമാഅത്ത് വെള്ളിയാഴ്ചയുടെ സുബഹി ജമാഅത്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ടാകും? നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതം വെറുതെ ഇങ്ങനെ പോയാൽ പോരാ. ശ്രദ്ധയും ജീവിതത്തെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഖബറിൽ അതിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മളൊന്ന് പറഞ്ഞു, തൗഹീദും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം അമലു സ്വാലിഹാത്തുകൾ ചെയ്യണം. മൂന്നാമത്തെ വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഖബറിൽ രക്ഷ ലഭിക്കുന്ന കൂട്ടരിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിൽ നമുക്ക് കാണാം, അനിൽ മിഖ്ദാം ഇബ്നു മഅദ് അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിശ്ശഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാലിൻ. ഒരു ഷഹീദിന് അള്ളാഹുവിൻ്റെ അടുക്കൽ 6 പ്രത്യേകതകൾ ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. 6 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്താണ്? യുഗ്ഫറു ലഹു ഫി അവ്വലി ദഫഅത്തിൻ മിൻ ദമിഹി. അവൻ്റെ ശരീരത്തിൽ ഒന്നാമത്തെ മുറിവ് ഉണ്ടായി അതിൽ നിന്ന് രക്തം പൊടിയുമ്പോൾ തന്നെ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടും. യുഗ്ഫറു ലഹു ഫി അവ്വലി ദഫഅത്തിൻ മിൻ ദമിഹി വയുറാ മഖഅദഹു മിനൽ ജന്ന. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? അവൻ്റെ ഇരിപ്പിടം, അല്ലാഹു സ്വർഗത്തിലെ ഇരിപ്പിടം അവന് കാണിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകത എന്താ? വയുജാറു മിൻ അദാബിൽ ഖബരി. ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അവന് രക്ഷ ലഭിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നാലാമത്തെ പ്രത്യേകത വയഅ്മനു മിനൽ ഫസ്ഇൽ അക്ബർ. അവന് പരലോക നാളിൻ്റെ ഭീതിയിൽ നിന്ന്, എല്ലാ വലിയ ഭീതികളിൽ നിന്നും അവൻ നിർഭയനായിരിക്കുമെന്നുള്ളതാണ്. വയുഹല്ലാ ഹുല്ലത്തൽ ഈമാൻ. അതുപോലെ തന്നെ അവൻ്റെ പ്രത്യേകത ഈമാനിൻ്റെ പുടവ അണിയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വയുസവ്വിജു മിനൽ ഹൂരിൽ ഐൻ. തരുണീമണികളായ സ്ത്രീകളിൽ നിന്ന്, സ്വർഗീയ സ്ത്രീകളിൽ നിന്ന് വിവാഹം ചെയ്തു കൊടുക്കപ്പെടുന്നു. അതുമാത്രമല്ല അവൻ്റെ സ്വന്തത്തിൽ, കുടുംബത്തിൽ നിന്നുള്ള 70 പേർക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള അനുവാദവും ആ മനുഷ്യന്, ഷഹീദായ മനുഷ്യന് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. നാലാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിർത്തി കാവൽ നിൽക്കൽ. അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്യുക? നാടിനു വേണ്ടി, അതേപോലെ തന്നെ തൻ്റെ നാടിൻ്റെ രക്ഷയ്ക്കു വേണ്ടി, അതല്ലെങ്കിൽ ഈയൊരു ദഅവ രംഗത്തിൽ ആദർശത്തിനു വേണ്ടിയൊക്കെ കാവലാലായി നിൽക്കുന്നവർക്ക് ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. കുല്ലുൽ മയ്യിത്തി യുഖ്തമു അലാ അമലിഹി ഇല്ലൽ മുറാബിത ഫഇന്നഹു യൻമൂ ലഹു അമലുഹു ഇലാ യൗമിൽ ഖിയാമ വയുഅമ്മനു മിൻ ഫത്താനിൽ ഖബരി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഓരോ മയ്യത്തിൻ്റെയും അമലുകൾ അവരുടെ മരണത്തോടെ മുറിയും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിർത്തി കാവൽ നിന്നവൻ്റേത് ഒഴികെ അവരുടെ അമലുകൾ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു പ്രതിഫലം നൽകും. ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകുമെന്ന് പഠിപ്പിക്കുകയാണ്. നാലാമത്തെ കൂട്ടര് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിർത്തി കാത്ത് സംരക്ഷിച്ചു നിന്ന വ്യക്തികളാണ്. അഞ്ചാമത്തെ വിഭാഗം ഏതാണെന്നറിയും? വയറ് സംബന്ധമായ അസുഖം കാരണം മരണപ്പെടൽ. വയറിന് രോഗം ബാധിച്ച് അങ്ങനെ മരണപ്പെടുന്ന ആളുകൾ
അവർക്ക് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബ്ദുല്ലാഹി ഇബ്നു യസാർ ഖാല കുൻതു ജാലിസൻ മഅ സുലൈമാൻ ഇബ്നു സുർദ് വൽ ഖാലിദ് ഇബ്നു ഉർഫുത വഹുമാ യുരിയാദാനി അയ്യത്ബഅ ജനാസത മബ്തൂൻ. വയറിന് രോഗം വന്ന് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ജനാസയെ പിന്തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഫഖാല അഹദഹുമാ ലിസാഹിബിഹി, ഒരുത്തൻ മറ്റവനോട് പറഞ്ഞു, അലം യഖുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? മയ്യഖ്തുൽ ലഹു ബത്ന, ആരെങ്കിലും അവൻ്റെ വയറ് കാരണമായിട്ടാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ഫലൻ യുഅദ്ദിബ ഫീ ഖബ്രിഹി, അവനവൻ്റെ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നീ കേട്ടിട്ടില്ലേ? ഫഖാല, ഈ മനുഷ്യൻ പറഞ്ഞു, ബല, അതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കാരണം മരണപ്പെടുന്നവർക്ക് അവർക്ക് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആറാമത്തെ കാര്യം എന്താണെന്നറിയും? സൂറത്തു മുൽക്ക് പാരായണം ചെയ്യുക എന്നതാണ്. സൂറത്തു മുൽക്ക് പാരായണം ചെയ്യുക സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഒരു സുന്നത്ത് ഹയാത്താക്കുന്നതിന് പകരം പലപ്പോഴും പല ബിദ്അത്തുകളും കടന്നുകൂടുന്നു എന്നത് വല്ലാത്ത വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. സൂറത്തു മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ജീവിച്ചിരിക്കുമ്പോൾ പാരായണം ചെയ്യുന്നവനാണ്. എന്നാൽ ചില നാടുകളിലൊക്കെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ്, ഖബറിൽ ഇറക്കി വെക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ വട്ടം കൂടി സൂറത്ത് മുൽക്കും കൂടി ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. ആലോചിക്കുകയെ, ഹദീസിൽ എന്താണ് പ്രയോഗം? എന്താണ് പഠിപ്പിക്കപ്പെട്ടത്? എന്താണ് ആളുകൾ ചെയ്യുന്നത്? മറ്റുള്ളവർ ഓതിയാൽ ആ മയ്യത്തിന് ഖബറിൽ നിന്ന് രക്ഷയുണ്ട് എന്നല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മറിച്ച് ആ മയ്യത്ത് അവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ കർമ്മം, ആ അമല് ചെയ്താലാണ് അവന് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയുള്ളത്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് തബാറക ഹിയൽ മാനിഅതു മിൻ അദാബിൽ ഖബർ. സൂറത്തു തബാറക, സൂറത്തു മുൽക്ക്, അത് എന്തു ചെയ്യും? ഹിയൽ മാനിഅ, അത് തടയുന്നതാണ്. മിൻ അദാബിൽ ഖബരി, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യനെ സൂറത്തു മുൽക്ക് തടയുന്നതാണ്. അവിടെ നിന്ന് വീണ്ടും വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കഴിയുമ്പോ അവന്റെ കാലിന്റെ ഭാഗങ്ങളിലൂടെ അവന്റെ ശിക്ഷയങ്ങ് കടന്നു വരുമ്പോ ആ കാലുകൾ അവനോട്, ആ ശിക്ഷകളോട് പറയുമത്രേ, ലൈസലക്കും അലാ മാ ഖിബലി സബീലുൻ, നിങ്ങൾക്ക് ഈ കാലിന്റെ ഭാഗത്തിലൂടെ വഴിയുണ്ടായിരിക്കുകയില്ല. കാരണം എന്താണെന്നറിയുമോ? കാന യഖൂമു യഖറഉ ബി സൂറത്തുൽ മുൽക്കി, ഈ മനുഷ്യൻ സൂറത്തു മുൽക്ക് പാരായണം ചെയ്ത വ്യക്തിയാണ്. ثم يؤتى من قبل صدره أو قال بطنه, അവന്റെ നെഞ്ചിലൂടെ അതല്ലെങ്കിൽ വയറിന്റെ ഭാഗത്തിലൂടെ ശിക്ഷ ഇറങ്ങുന്ന സമയത്തിതാ ആ അവയവങ്ങളിതാ പറയും, ലൈസ ലക്കും അലാ ഖിബലി സബീലുൻ കാന യഖറഉ ബി സൂറത്തുൽ മുൽക്കി, നിങ്ങൾക്ക് ഇതിലൂടെ ഒരു വഴിയില്ല. ഈ മനുഷ്യൻ സൂറത്തു മുൽക്ക് പാരായണം ചെയ്ത വ്യക്തിയാണ്. പിന്നെ തലയുടെ ഭാഗത്തിലൂടെ ശിക്ഷ ഇറങ്ങാനിരിക്കുന്ന സമയത്തുണ്ടല്ലോ, അവിടെയും തല വിളിച്ചു പറയുന്നതാണ്, ലൈസലക്കും അലാ മാ ഖിബലി സബീലുൻ കാന യഖറഉ ബി സൂറത്തുൽ മുൽക്ക്, നിങ്ങൾക്ക് ഇതിലൂടെയും ഈ മനുഷ്യനെ ശിക്ഷിക്കാനാകില്ലട്ടോ. ഈ മനുഷ്യൻ സൂറത്ത് മുൽക്ക് പാരായണം ചെയ്ത വ്യക്തിയാണ്. ഖാല ഫഹിയൽ മാനിഅതു തംനഉ മിൻ അദാബിൽ ഖബരി, അത് തടയുന്നതാണ് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ, വമൻ ഖറഅഹാ ഫീ ലൈലത്തിൻ ഫഖദ് അക്സറ വഅത്നബ, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് രാത്രിയിൽ പാരായണം ചെയ്യുന്ന ആളുകൾ ഏറെ പുണ്യങ്ങൾ നേടിയിരിക്കുന്നു.
ഈ സൂറത്തു മുൽക്ക് അതിൻ്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ മാനി', തടയുന്ന സൂറത്ത് എന്ന പേര്. എന്നാലോ ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട സൂറത്ത് ആരാണ്? അത് ഖബറിൽ മയ്യത്ത് ഇറക്കി വെക്കുന്നതിന് മുമ്പ് പാരായണം ചെയ്യണമെന്ന് പഠിപ്പിച്ചത്. സഹോദരങ്ങളെ ചിന്തിക്കണം, ഗൗരവത്തിൽ ചിന്തിക്കണം. ഇങ്ങനെയാണ് ബിദ്അത്തുകൾ കടന്നു വരുന്നത്, ഇങ്ങനെയാണ് സുന്നത്തുകൾ അവഗണിക്കപ്പെടുന്നത്. ഒരു സുന്നത്ത് ഒരു സ്ഥലത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ബിദ്അത്ത് പ്രവേശിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചിന്തിക്കുക. 30 ആയത്തുകളുള്ള ആ സൂറത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ടതായിട്ട് നമ്മൾ എത്ര പേരത് പാരായണം ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സൂറത്തിന്റെ പ്രത്യേകത പഠിപ്പിച്ചപ്പോ ചെറിയ പ്രത്യേകതയല്ല പറഞ്ഞത്. അത് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന കാരണങ്ങൾ ധാരാളമാണ്. ആ ധാരാളം കാരണങ്ങളൊക്കെ അതുകൊണ്ടൊക്കെ തടയപ്പെടുമെന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ശിക്ഷിക്കപ്പെടുന്ന കാരണങ്ങളെ ഒഴിവാക്കാനും ശിക്ഷ ലഭിക്കാതിരിക്കുവാനുള്ള അമലുകളെ പുലർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 7ാമത്തെ കാര്യം വെള്ളിയാഴ്ച മരണപ്പെട്ടാൽ എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഖബറിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആരെങ്കിലുമൊക്കെ വെള്ളിയാഴ്ച മരിച്ചാൽ പിന്നെ രക്ഷയുണ്ടെന്നല്ല കേട്ടോ. അങ്ങനെയൊക്കെ ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല, ഈമാനും ഇഖ്ലാസും ഒക്കെ ഉണ്ടാവണം. ഈമാനില്ലാത്തവൻ എന്ന് മരിച്ചാൽ എന്താ? ഈമാനില്ലാത്തവൻ എന്ത് മരിച്ചാൽ എന്താ? എവിടെ കിടന്ന് മരിച്ചാൽ എന്താ? ചില ആൾക്കാരൊക്കെ പറയും മക്കയിൽ കിടന്ന് മരിച്ചല്ലോ എന്ന്. മക്കയിൽ കിടന്ന് മരിച്ചല്ലോ. ആ മക്കയിൽ തന്നെ അബൂജഹലും മരിച്ചത്, അല്ലെങ്കിൽ ഉത്തുബയും മരിച്ചത്. മരണം എന്നത് ഈമാനില്ലാത്ത മരണാണെങ്കിലോ അത് എവിടെ കിടന്നിട്ട് മരിച്ചിട്ട് കാര്യമില്ല. അത് എങ്ങനെ മരിച്ചിട്ടും കാര്യമില്ല, ഏത് ദിവസത്തിൽ മരിച്ചിട്ടും കാര്യമില്ല. മരിച്ചു കഴിഞ്ഞിട്ട് കുറെ ഏർപ്പാട്, മരിക്കണ മുമ്പ് ഇതൊന്നുമില്ല. ഖുർആൻ തുറക്കാത്തവന്റെ മേൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പെരുവത്താണ്. അതിലെന്താ കാര്യമുള്ളേ? അവൻ ജീവിച്ചിരിക്കുമ്പോ ജീവിച്ചിരിക്കുന്നവർക്ക് ഉത്ബോധനമാണ് എന്ന് പറഞ്ഞ സൂറത്തു യാസീൻ പോലും ഓതിക്കൊടുക്കണം മരിച്ചു കഴിഞ്ഞിട്ടാണ്. ഈ മനുഷ്യന് അങ്ങനെ കുറച്ച് ജീവനുണ്ടെങ്കിൽ അറബി മനസ്സിലാവുമെങ്കിൽ എഴുന്നേറ്റ് ചോദിക്കും, ചങ്ങായി നേരത്തെ പറഞ്ഞെന്നുണ്ടായിരുന്നോ? ഈ മരിച്ചു കഴിഞ്ഞിട്ടാണ് എൻ്റെ തലയുടെ ഭാഗത്ത് നിന്ന് ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഉത്ബോധനാണെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കായിരുന്നു. കാരണം അത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതിയും പകർത്തിയും ജീവിച്ചും ജീവിക്കാൻ വേണ്ടിയുള്ള അല്ലേ ഒരു ഹുദയാണ്, മാർഗമാണ്, അല്ലെ ഒരു റൂട്ട് മാപ്പാണ്. എങ്ങോട്ടുള്ള? സ്വർഗത്തിലേക്കുള്ള. ബാക്കി എല്ലായിടത്തേക്കും നമ്മൾ റൂട്ട് മാപ്പ് ചോദിക്കും. സ്വർഗത്തിലേക്കുള്ള റൂട്ട് മാപ്പ് നമ്മുടെ വീട്ടിൽ അലമാരിയിൽ നമ്മുടെ അടുക്കൽ ഉണ്ടായിട്ട് അതിനെയൊന്ന് മറിച്ചു നോക്കാൻ, പഠിക്കാൻ, ഓതാൻ, അതിൻ്റെ അർത്ഥം പഠിക്കാൻ, അതിൻ്റെ വിശദീകരണങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ സഹോദരങ്ങൾ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നത് വലിയ പരാജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅത്തി ഔ ലൈലത്തുൽ ജുമുഅ. ഒരു മുസ്ലിം ജുമുഅ ദിവസമോ അതല്ലെങ്കിൽ ജുമുഅയുടെ രാത്രിയിലോ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ലാ വഖാഉല്ലാഹു ഫിത്നത്തുൽ ഖബരി, അവന് അല്ലാഹു ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം കൊടുക്കുന്നതാണ്, രക്ഷ കൊടുക്കുന്നതാണ്, അയാളെ കാക്കുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയുള്ള കാര്യമാണത്. അഥവാ അത് നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ റബ്ബ് തീരുമാനിക്കുന്നവർക്ക് അവൻ നൽകുന്ന വല്ലാത്ത ഓഫറാണത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈമാൻ നിലനിർത്തിക്കൊണ്ട് ജീവിതത്തെ ഒരു നിമിഷം പോലും കളയാതെ അതിനെ കൊണ്ടുപോകുന്നിടത്ത് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഞാനും നിങ്ങളും അവിടെ ശ്രമിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം. 8ാമത്തെ കാര്യം എന്താണെന്നറിയോ? അവസാനത്തെ ഖബറിന്റെ രക്ഷയിൽ നിന്ന്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള കാരണങ്ങൾ പണ്ഡിതന്മാർ എണ്ണുമ്പോൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നതാണ്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്ക് അവർക്ക് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാണ്? ഷഹീദിനേക്കാൾ കൂലി കിട്ടുന്ന, ഷഹീദിനേക്കാൾ ആദ്യം സ്വർഗത്തിൽ പോകുന്ന വ്യക്തി ആരാണ്? അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകളാണ് ഷഹീദിനേക്കാൾ മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, ദിക്ർ ചൊല്ലുന്നിടത്തൊരു മടിയും വേണ്ട.
വദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്ക്, ഞാൻ നിങ്ങളെ ഓർക്കാം. അള്ളാഹ് ഓർക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഒരു സ്റ്റേജിൽ വെച്ച് ഒരു മന്ത്രിയോ MLA യോ നമ്മുടെ പേര് പറഞ്ഞാൽ അല്ലേ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ. നമ്മൾ പിന്നെ അവിടെയൊക്കെ നടക്കുമ്പോൾ വല്ലാത്തൊരു പ്രൗഡായിരിക്കും നമുക്ക്. എന്താണ്, എൻ്റെ പേര് പറഞ്ഞു അല്ലേ, MLA പേര് പറഞ്ഞു, മന്ത്രി എൻ്റെ പേര് പറഞ്ഞു. സഹോദരങ്ങൾ, അതൊക്കെ ആരാ? ഈ സൃഷ്ടികളിൽ വളരെ നിസ്സാരന്മാരായ മനുഷ്യന്മാരാണ്. അവർ നമ്മുടെ പേര് പറഞ്ഞപ്പോൾ ഇത്ര പ്രൗഡ് കാണിക്കുന്നവർ ഉണ്ടെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെയും ചെയ്തു തന്ന റബ്ബ് നിന്നെ സ്മരിക്കുമെന്ന് പറഞ്ഞ കാര്യത്തിൽ നിനക്കെന്ത് ശ്രദ്ധയില്ലാത്തത്? ആലോചിക്കണ്ടേ. അത് കുറൂനി അത് കുറുക്കും, ഞാൻ നിങ്ങൾ ഓർക്കാം എന്നല്ല പറഞ്ഞേ. അതുകൊണ്ട് അള്ളാഹു ഓർക്കുന്നിടത്ത്, ദിക്റുകളെ പതിവാക്കുന്നിടത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കണം. ആ ശ്രദ്ധ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ ശ്രദ്ധ നമ്മളിൽ നിന്ന് അസ്തമിക്കുമ്പോ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് ഖബറിന്റെ ശിക്ഷയാണ്. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി പഠിപ്പിച്ച ആ സ്വഹാബത്ത് ആ ആയത്തുകളെ അവർ പരിചയപ്പെടുത്തുമ്പോ സഹോദരങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. വമൻ അഅറള, ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ എന്തിൽ നിന്നാണെന്നറിയോ? അൻ ദിക്രി, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന്, എന്നെ ഓർക്കുന്നതിൽ നിന്ന്. അഥവാ പണ്ഡിതന്മാർ വിശദീകരിച്ചു ആ ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ദിക്ർ എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണെന്ന് വിശദീകരിച്ചവരുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, ആ ഖുർആൻ ഓതുന്നിടത്ത്, ആ ഖുർആൻ ഹിഫ്ളാക്കുന്നിടത്ത്, ആ ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നിടത്ത്, ആ ഖുർആനിന്റെ വിശദീകരണങ്ങൾ അറിയുന്നിടത്ത്, ആ ഖുർആൻ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നിടത്ത് ആരെങ്കിലും അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു, തീർച്ചയായും അവനുണ്ട്, മഈശത്തൻ ലൻകാ, ഒരു ഇടുങ്ങിയ കുടുസായ ജീവിതം അവനുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചു ആ കുടുസായ ജീവിതം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അത് ഖബറിലാണ്. തഫ്സീർ കൊടുത്ത പണ്ഡിതന്മാര് പറയുന്നുണ്ട് അത് ഖബറിലാണ്. അവന് കുടുസായ ജീവിതം ഖബറിലുണ്ട്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, പരലോകത്തവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് കണ്ണു കാണാത്തവനായിട്ടാണ്. സഹോദരങ്ങളെ, ദുനിയാവിലെല്ലാം കണ്ടവർ, ദുനിയാവിലെല്ലാം കണ്ട് ആസ്വദിച്ചവർ പരലോകത്തങ്ങ് ചെല്ലുമ്പോ അവന് കണ്ണ് കാണില്ല. സഹോദരാ, കണ്ണ് കാണാത്ത മനുഷ്യൻ ഒന്നും മിണ്ടാതിരിക്കുന്നില്ല. അവൻ റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ, അല്ലാഹുവേ എനിക്കെന്തുകൊണ്ട് കണ്ണ് കാണാത്ത നിലയിൽ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു? വഖദ് കുന്തു ബസീറാ, ദുനിയാവിലെല്ലാം ഞാൻ കണ്ടവനായിരുന്നു, എല്ലാം കാണാൻ എനിക്ക് സാധിച്ചിരുന്നല്ലോ. അള്ളാഹുവിന്റെ മറുപടി എന്താണ്? ഖാല കദാലിക അത്തത്ക ആയാതുന ഫനസീതഹ വകദാലികൽ യൗമ തുൻസാ. ഖാല കദാലിക, അല്ലാഹ് പറയും അപ്രകാരമാണ്, അപ്രകാരം തന്നെ അത്തത്ക ആയാതുന, നിന്റെ അടുക്കലേക്ക് എൻ്റെ ആയത്തുകൾ കടന്നു വന്നപ്പോ, എൻ്റെ നിർദ്ദേശങ്ങൾ കടന്നു വന്നപ്പോ, എൻ്റെ വിധിവിലക്കുകൾ കടന്നു വന്നപ്പോ, എൻ്റെ നിഷിദ്ധങ്ങൾ ഞാൻ നിന്നോട് അവഗണിക്കണമെന്ന് പറഞ്ഞപ്പോ, വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിന്നിലേക്ക് കടന്നു വന്നപ്പോ നീ എൻ്റെ ആയത്തുകളെ നീ നിഷേധിച്ചു. ആയാത്തുന ഫനസീതഹ, നീ അതിനെയൊക്കെ മറന്നു കളഞ്ഞു. നിനക്കൊരു ചെറിയ വർത്താനം ഉണ്ടായിരുന്നു, എന്ത്? സമയില്ല. നീ പറഞ്ഞ മറുപടി എന്താണ്? സമയില്ല, തിരക്കാണ്, ജോലിയാണ്, എനിക്ക് ഒന്നിനും സമയില്ല എന്ന നിന്റെ നിസ്സാരവൽക്കരണത്തിന്റെ വാക്കുകൾ നീ എപ്പോഴും പറഞ്ഞ് തിരക്കുകളാണ്, ഒറ്റക്കാണ്. സഹോദരങ്ങളെ, പലതും പറഞ്ഞ് നീ അതിനെയൊക്കെ അവഗണിച്ച് കളഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്ന് നിന്നെ ഞാനും അവഗണിക്കുന്നു. അല്ലാഹ് മാത്രം സഹായിക്കാനുള്ള സമയത്തെ, അല്ലാഹ് മാത്രം സഹായിക്കാനുള്ള സമയത്ത് അല്ലാഹ് നമ്മളെ അവഗണിക്കുന്ന രംഗങ്ങൾ ആലോചിച്ചോക്കെ.
ദുനിയാവിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമുക്ക് ഒരു നല്ലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരനെ പ്രതീക്ഷ നമ്മൾ ചെന്നതാ. പക്ഷെ ആ കൂട്ടുകാരൻ നമ്മളെ തള്ളിപ്പറഞ്ഞാലോ, നമ്മളെ പരിഗണിച്ചില്ലെങ്കിലോ എത്ര വേദനയിരിക്കും, എത്ര വിഷമായിരിക്കും. നമ്മൾ എത്ര ദിവസം അതിങ്ങനെ ആലോചിച്ച് നടക്കും. എന്നാലും നമ്മുടെ റബ്ബ് നാളെ നമ്മെ അവഗണിക്കുന്നൊരു രംഗത്തെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ എന്തിൻ്റെ കാരണത്താലാ? വെറുതെ അവഗണിച്ചതല്ല. ദുനിയാവിൽ എല്ലാ അവസരവും കണ്ണും കാതും ഹൃദയവും ചിന്തിക്കാനും കേൾക്കാനും അറിയാനും ഒക്കെയുള്ള എല്ലാം നൽകിയിട്ട് അതിലൊന്നും ശ്രദ്ധിക്കാതെ അവിടെയൊക്കെ ഇങ്ങനെ അവൻ്റെ ഇംഗിതങ്ങളും ഇഷ്ടങ്ങളും അവൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അള്ളാഹുവിനെ മറന്നവൻ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു നാളെ അവനെ പരിഗണിക്കില്ല, അവനെ അവഗണിക്കുമെന്നത് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ത്വാഹയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്കാണ് എന്ത് ലഭിക്കുക? അള്ളാഹുവിൻ്റെ പരിഗണന ലഭിക്കുക. അള്ളാഹു നാളെ ഖബറിൽ നിന്ന് അവർക്ക് രക്ഷ കൊടുക്കുന്നതും അവർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ജീവിതത്തെ ആ നിലക്ക് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തത്, തൗഹീദും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. തൗഹീദ് വിട്ടിട്ടൊരു കളിയില്ല. ഒരു വീടിൻ്റെ ബേസ്മെൻ്റാണ് തൗഹീദ്, അടിത്തറയാണ്. അടിത്തറ ഇല്ലാതെ എന്ത് കെട്ടിപ്പൊക്കിയിട്ടും കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ എവിടെയും എൻ്റെ റബ്ബല്ലാതെ ഒരാളെയും പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, അവനിലല്ലാതെ തവക്കുൽ ചെയ്യുന്നില്ല. ഈ കാര്യം വളരെ വ്യക്തമായിരിക്കണം. രണ്ടാമത് അമലു സ്വാലിഹാത്തുകളാണ്. അമലു സ്വാലിഹാത്തുകൾ നിരന്തരമായി നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവുക എന്നതാണ്. നാലാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിർത്തി കാവൽ നിൽക്കുന്നവർക്ക് എന്നതാണ്. അഞ്ചാമത്തെ കാര്യം വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാൽ മരണപ്പെടുക എന്നതാണ്. ആറാമത്തത് സൂറത്തു മുൽക്ക് പാരായണം ചെയ്യുന്നവർക്ക് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട് എന്നതാണ്. ഏഴാമത് വെള്ളിയാഴ്ച മരണപ്പെടുന്നവർക്ക് എന്നതാണ്. എട്ടാമത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്കും ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തും മറ്റ് കാര്യങ്ങളിൽ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുന്നിടത്തും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. എന്താണ് ദുആ ചെയ്യേണ്ടത്? അദാബുൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കുന്ന ദുആ നമ്മൾ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം എന്നതാണ് ഒൻപതാമത്തെ കാര്യമായി പറയാനുള്ളത്. എന്താണ്? അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മൾ അത്തഹിയാത്തിലും തശഹൂദിലും ഒക്കെ ദുആ ചെയ്യാറുണ്ട്. എന്താണ് ചെയ്യാറ്? അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഫറഅ അഹദുകും മിനത് തശഹുദിൽ ആഖിറ, ഒരു മനുഷ്യൻ അവന്റെ അവസാനത്തെ തശഹുദിൽ ഇരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യട്ടെ? അവൻ ഇസ്തിആദ ചോദിക്കട്ടെ, രക്ഷ ചോദിക്കട്ടെ. ബില്ലാ മിൻ അർബഇൻ, 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കട്ടെ. ഒന്ന് മിൻ അദാബി ജഹന്നം, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നാണ്. രണ്ടാമത്തതോ വമിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്നാണ്. വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ശജ്ജിൽ മസീഹിദ് ദജ്ജാൽ, ജീവിതത്തിന്റെയും മരണത്തിന്റെയും കുഴപ്പത്തിൽ നിന്നും ദജ്ജാലിന്റെ കെടുതിയിൽ നിന്നും അവൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കട്ടെ. അതുകൊണ്ട് ഒമ്പതാമതായി നമ്മൾ ധാരാളമായി കൊണ്ട് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ആ നിലക്ക് ശ്രദ്ധിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.